ഹായ് ഹലോ വെൽക്കം ടു രുചി ബൈ മിനി. ഇന്ന് മുരിങ്ങയില ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലഞ്ച് മെനുവാണ് തയ്യാറാക്കുന്നത്. അത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന മുരിങ്ങയിലയാണ്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് കറിക്ക് ആവശ്യമായ രീതിയിൽ ഇറുത്തെടുക്കാം. ഇറുത്ത മുരിങ്ങയില മാറ്റി വെച്ച ശേഷം നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു 4-5 ചുമന്നുള്ളി, തേങ്ങ, ഒരു ശകലം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി ഇത്രയും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കുക. അരച്ച അരപ്പ് അവിടെ മാറ്റി വെച്ച ശേഷം നമുക്ക് ഒരു മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിയ കഴിയുമ്പോൾ വറ്റൽമുളക് ചേർക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുരിങ്ങയില അതിലേക്കിട്ട് മുരിങ്ങയില ഒന്ന് വാടുന്നിടം വരെ നന്നായി ഇളക്കുക. അതിലേക്ക് അരച്ചു മാറ്റി വെച്ചിരുന്ന അരപ്പും ചേർത്ത് ജാറിലേക്ക് അല്പം വെള്ളവും ചേർത്ത് അതും ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ആഡ് ചെയ്യുക. എല്ലാം കൂടി നന്നായി കൂട്ടി യോജിപ്പിച്ച ശേഷം തിളയ്ക്കേണ്ട, തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഒരു ചിക്കൻ കറി തയ്യാറാക്കാം. അതിനായി പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നാടൻ ചിക്കൻ കറിക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 4 സവാള നീളത്തിലരിഞ്ഞത് ചേർക്കുക. സവാള അരിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്. അതില്ലാതിരിക്കാൻ സവാള തൊലി നീക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് അരമണിക്കൂറിന് ശേഷം എടുത്ത് അരിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാകുകയില്ല. സവാളയുടെ കൂടെ 2 പച്ചമുളകും കൂടി ആഡ് ചെയ്യുക. കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ട് അരച്ച് ഐസ് ട്രേക്കകത്തിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അല്പം ഉപ്പൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ബ്രൗൺ നിറമാകുന്നിടം വരെ വഴറ്റിയെടുക്കാം. വഴന്ന മസാലക്കൂട്ടിലേക്ക് ഒരു ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർക്കാം. അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന ചിക്കനും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് അതിലേക്ക് 1.5 കപ്പ് വെള്ളവും കറിവേപ്പിലയും ചേർത്ത് ചിക്കൻ നന്നായി വേകുന്നിടം വരെ അടച്ചു വെക്കാം. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു ഓമയ്ക്ക കഴിക്കാം. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ ഓമയ്ക്കയാണ്, റെഡ് ലേഡിയാണ്. നല്ല അടിപൊളി മധുരമാണ്. ഓമയ്ക്ക വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് റെഡ് ലേഡി നല്ലൊരു ഓപ്ഷനാണ്. മറ്റൊരടുപ്പിൽ നമുക്ക് പാൻ വെച്ച് മീൻ വറുത്തെടുക്കാം. മീനെന്ന് പറയുമ്പോൾ ചെറിയ മീൻ, പള്ളത്തി, അങ്ങനെ കുറച്ച് മിക്സഡ് മീൻ. വറുക്കാനുള്ള മീനിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. അവസാനമായി നമ്മുടെ ചിക്കനിലേക്ക് കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫൈനലി നമ്മുടെ കറികളെല്ലാം റെഡിയായി. അപ്പോൾ നമുക്ക് ഊണ് കഴിച്ചാലോ?